ഇന്നത്തെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ചിന്താവിഷയം ഇതാണ്. കാരണം മാർ റാഫേൽ തട്ടിൽ പിതാവ് സഭയുടെ സീറോ മലബാർ സഭയുടെ മേലധ്യക്ഷ പദവി അലങ്കരിക്കുവാനുള്ള അർഹതയുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഇന്നലത്തെ നടപടിക്രമങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വിശ്വാസികൾ മൊത്തത്തിൽ ഒരു വലിയ പ്രതിസന്ധിയിലാണ് എന്ന് മാത്രമല്ല, ബാക്കി സഭാപിതാക്കന്മാരും ഈ എടുത്ത തീരുമാനം അറം പറ്റിയ പോലെ, സഭയുടെ കടയ്ക്ക് കോടാലി വെച്ച പോലെ ആയോ എന്ന് പോലും സഭാപിതാക്കന്മാർ വളരെയധികം ആകാംക്ഷാഭരിതരായി വേദനിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ ഇന്നലത്തെ കാര്യങ്ങളിൽ കണ്ടത്. കാരണം ഇന്നലെ ഒരു വൈദിക സമ്മേളനം എന്ന ഭാവത്തിൽ അനേകം വൈദികരെ വിളിച്ചുകൂട്ടി ഒരു നാടകം നടത്തി, ഒരു പൊറോട്ട നാടകം. ആര്? പാംബ്ലാനി പിതാവും റാഫേൽ തട്ടിൽ പിതാവും. അതിൽ സസ്പെൻഷൻ നേരിട്ടവർ, ഡിസ്പെൻഷൻ നേരിട്ടവർ, സഭാപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം വീഴ്ച നേടിയവർ, പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ നേടിയവർ, അതുപോലെ സഭയുടെ കുർബാനയെ ധിക്കരിച്ച 31 വൈദികർ, അങ്ങനെയുള്ള എല്ലാ വിധത്തിലുമുള്ള സഭയുടെ നിലപാടിനെ എതിർക്കുന്ന വൈദിക സമൂഹത്തിൻ്റെ ഇടയിൽ ബസിലിക്ക വികാരിയായിട്ടുള്ള പുതിയതായി നിയമിച്ചിട്ടുള്ള ഏറ്റവും അധികാരമുള്ള, എന്തുകൊണ്ടും ആ ഒരു വൈദിക സമ്മേളനത്തിൽ മീറ്റിങ്ങിൽ യോഗ്യതയുള്ള ഞാളിയത്തച്ഛനെ, ബഹുമാനപ്പെട്ട ഞാളിയത്തച്ഛനെ റാഫേൽ തട്ടിൽ പിതാവ് പറയാണ്, ഈ അഹങ്കാരികളായ താന്തോന്നികളായ വെള്ളനൈറ്റിക്കാർ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറും സസ്പെൻഷനും കോടതി വിലക്കും എല്ലാം നേരിട്ടിരിക്കുന്ന ആ സമൂഹത്തിലുണ്ടായിരുന്നവരെക്കാളും കൂടുതലായിട്ട് ഞാളിയത്തച്ഛനോട് അവിടെ നിന്ന് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് നല്ലതല്ല, ഇറങ്ങിപ്പോക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ മാർ തട്ടിൽ പിതാവിൻ്റെ ഭരണ പ്രാഭവം എത്രമാത്രം അധപ്പതിച്ചിരിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടും അന്യായമാണ് ഇന്നലെ ഞാളിയത്തച്ഛനോട്, ബസിലിക്ക വികാരിയായിട്ടുള്ള ഞാളിയത്തച്ഛനോട് മാർ റാഫേൽ തട്ടിൽ പിതാവ് കാണിച്ചത്. ഈ ഒരു സംഗതിയിൽ നിന്ന് തന്നെ തട്ടിൽ പിതാവിന് ആ ഒരു മേലധ്യക്ഷ പദവി വഹിക്കുവാനുള്ള യാതൊരു യോഗ്യതയുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. വളരെ വേദനയോടുകൂടിയാണ് എല്ലാ ബിഷപ്പുമാരും, എല്ലാ മെത്രാന്മാരും, എല്ലാ വൈദികരും ഇതിനെ കാണുന്നത്. ഇത്രയ്ക്ക് അധപ്പതിച്ച ഒരു സംസ്കാര ശൂന്യമായിട്ടുള്ള പ്രവൃത്തി നടത്തിയ തലവനെയാണോ സീറോ മലബാർ സഭ ഇനിയും ചുമക്കേണ്ടത്? ഇതാണ് വിശ്വാസികളുടെ ഇടയിലുള്ള പരക്കെയുള്ള ഒരു ആകാംക്ഷ, ഒരു സംശയം. ഇനിയും എത്ര നാൾ നാം ഇദ്ദേഹത്തെ ചുമക്കണം? കാരണം യാതൊരു അഡ്മിനിസ്ട്രേറ്റീവ് പാഠവും ഇല്ലാതെ ഇരുന്ന ഒരു വ്യവസ്ഥയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അതായത് എല്ലാവിധത്തിലും തരംതാന്ന, എല്ലാവിധത്തിലും സഭയെ പീഡിപ്പിച്ച, എല്ലാവിധത്തിലും സഭയുടെ പേരിന്, സഭയുടെ വിശുദ്ധിക്ക്, ആത്മാവിന് കളങ്കം വരുത്തിയ ആ വൈദികരുടെ മുൻപിൽ ഞാളിയത്തച്ഛനോട് താങ്കൾ ഇതിൽ പങ്കെടുക്കാതിരിക്കുന്നതല്ലേ ഉചിതമെന്ന് സഭയുടെ തലവനായ തട്ടിൽ പിതാവ് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താണ് അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്? അദ്ദേഹം എവിടെയാണെന്നാണ്? വിമതരുടെ കൂടെയാണ്, അല്ലെങ്കിൽ വിമതരെ പേടിക്കുകയാണ്. നമുക്കറിയാം 2-3 പിതാക്കന്മാരുടെ ഇപ്പോൾ ഇവിടെ ഉള്ള അധ്യക്ഷതയിലുള്ള നമ്മളെ ഭരിക്കുന്നു എന്ന് പറയുന്ന ഈ 2-3 പിതാക്കന്മാരുടെ വളരെ വൃത്തികെട്ട സീഡികൾ അൽമായരായ വിമതരുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ വിമതരെ ഭയപ്പെടുന്നതെന്ന് മുൻപ് നമ്മൾ കണ്ടിരുന്നു. പലരും അങ്ങനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതെല്ലാം സത്യമാണെന്ന് ഒരിക്കൽ കൂടെ തെളിയിക്കുകയാണ്. ഞാൻ പറയുന്നത്, വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഇനി ഇങ്ങനത്തെ ഒരു നേതൃത്വം, നട്ടെല്ലില്ലാത്ത, ഭരിക്കാൻ പ്രാഭവമില്ലാത്ത, വിശുദ്ധിയില്ലാത്ത, ആത്മാവില്ലാത്ത ഒരു മേൽനിര അല്ലെങ്കിൽ മേലധ്യക്ഷ പദവികൾ ഇവർ രാജിവെച്ച് എത്രയും വേഗം സഭയെ രക്ഷിക്കാൻ വിശ്വാസികൾ ഒന്നടങ്കം ഒരുമിച്ച് നിന്ന്, ഞാളിയത്തച്ഛനെ ഇപ്പോഴത്തെ ഒരു അച്ഛനെ ഇത്രമാത്രം മാനസികമായിട്ട് പീഡിപ്പിക്കാനായിട്ട് എങ്ങനെ തട്ടിൽ പിതാവിന് ധൈര്യം വന്നു? ഇത്രയ്ക്കും തരം താന്ന പണി ചെയ്യുവാൻ, ഇത്രയ്ക്കും കഴിവുകേട് കാണിക്കാൻ ഒരു മേലധ്യക്ഷന് കഴിയുമോ
ഇങ്ങനത്തെ ഒരു അദ്ദേഹത്തെ നമ്മൾ എന്തിനു ചുമക്കണം? ഇതാണ് ഇപ്പോൾ വിശ്വാസികളുടെ ഇടയിലുള്ള പരക്കെ സംസാര വിഷയം. ഇതിനായിട്ട് എത്രയും വേഗം റോമിനെ സമീപിച്ച് ഈ ഇപ്പോൾ ഉള്ള ഈ 2-3 പേരെയും അതുപോലെ തന്നെ ഇതിനെല്ലാം ചുക്കാൻ പിടിക്കാൻ ഇതിനെ താങ്ങി നിർത്തുന്ന കാവൽപുരയിടം എന്ന ചാൻസലറെ ആദ്യം തന്നെ അദ്ദേഹം അന്ന് ആ തട്ടിപ്പും വെട്ടിപ്പും എല്ലാം ചെയ്തപ്പോൾ പല ലെറ്റേഴ്സ്, പല ഇമെയിൽ റോമിൽ നിന്ന് വന്നതെല്ലാം മറച്ചു വയ്ക്കുകയും കൈതട്ടി കാല് തട്ടി എന്ന് പറഞ്ഞ് സർക്കുലർ വായിക്കാതിരുന്നപ്പോഴും അതിന് കൊടുക്കേണ്ട പ്രസക്തി കൊടുക്കാതിരുന്നപ്പോഴും അദ്ദേഹത്തെ ആദ്യം തന്നെ മാറ്റേണ്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിൻബലമില്ലാതെ തട്ടിൽ പിതാവും പാമ്പ്ലാനി പിതാവും ഇത്രയ്ക്ക് അധപ്പതിക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് ഇവർ 3 പേരും സഭയിൽ നിന്ന് എത്രയും വേഗം നീക്കം ചെയ്യുക, സഭയെ രക്ഷിക്കുക എന്നാണ് എല്ലാ വിശ്വാസികളുടെയും ആഗ്രഹവും പ്രാർത്ഥനയും.